ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി ആ, മുറ്റത്തേക്ക് വരുമ്പോ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ കാലൊഴിഞ്ഞൊക്കെ ഇരിക്കുകയായിരിക്കുള്ളൂ. അപ്പൊ കാലൊഴിഞ്ഞിരിക്കുമ്പോ രേവതി ഓടി വന്ന് എന്ത് പറ്റി മുത്തശ്ശി നോക്കുമ്പോൾ, അറിയില്ല മോളെ, ഈ കാലിന് വല്ലാത്ത വേദന. എന്നാ ഞാൻ ഒഴിഞ്ഞു തരാം. വേണ്ട മോളെ, നിനക്ക് പാടില്ലാത്തതല്ലേ. അതൊന്നും സാരില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിയുടെ കാലിങ്ങനെ രേവതി ഒഴിഞ്ഞു കൊടുക്കണം. മുത്തശ്ശിക്ക് നല്ല സുഖമൊക്കെ ഉണ്ട് ട്ടാ. ആ സമയത്ത് അകത്തുനിന്ന് നമ്മുടെ ചന്ദ്ര വരും. ചന്ദ്ര വരുമ്പോൾ അതുപോലെ തന്നെ രവി പറയുന്നുണ്ട്, കണ്ടോ രേവതി അമ്മയുടെ കാല് ഒഴിഞ്ഞു കൊടുക്കുന്നു, നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി നമ്മുടെ ചന്ദ്ര, എന്റെ ദൈവമേ എന്തേ കാണുന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്നുണ്ട്. അന്നേരത്ത് സച്ചി അവിടെ ഇരിക്കുന്നുണ്ടാവും. സച്ചി മുത്തശ്ശിയും രേവതിയും കൂടി ഇരിക്കും. സച്ചിനെ പിടിച്ചൊരു ഉന്തുന്നുണ്ട് രേവതിനല്ല, സച്ചിനെ പിടിച്ച് ഉന്തിയിട്ടുണ്ട്. ചന്ദ്ര അവിടെ മാറിക്കിടാൻ. സച്ചി എന്റെ അമ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓടുന്നുണ്ട്. പേടിച്ചു പോയി. എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി, അമ്മയ്ക്ക് എന്തായി കാലെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ കാലുണ്ട് ഒഴിയുന്നത്. ഈ കാലിന് എനിക്ക് ഒരു കുഴപ്പമില്ല ചന്ദ്ര, അപ്പുറത്തെ കാലിന് വേദന എന്ന് പറയുമ്പോൾ, അതൊക്കെ സാരില്ല അമ്മ, ഇപ്പുറത്തെ കാലിനും വേദന വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം രവി ഇങ്ങനെ കണ്ണടച്ച് ചിരിക്കുന്നുണ്ട്. രവിയുടെ മുഖത്ത് നോക്കി മുത്തശ്ശിയും ചിരിക്കുന്നുണ്ട്. രേവതിക്കും സച്ചിക്കും ഒന്നും മനസ്സിലാവുന്നില്ല, ഇത് എന്ത് പറ്റി എന്ന് ആലോചിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങനെ രേവതിയും ഇപ്പുറത്ത് കാലുമല് അതുപോലെ തന്നെ ചന്ദ്രയും കൂടെ ഒഴിഞ്ഞു കൊടുക്കണ്. സച്ചിയാണെങ്കിൽ എന്തേ കാണുന്നത്, അമ്മ മുത്തശ്ശിയുടെ കാല് പിടിച്ചു അച്ഛാ എന്ന് പറയുമ്പോൾ, നീ മിണ്ടാണ്ടിക്കടാ, നിന്റെ അമ്മ ഇതിനു മുന്നേ മുത്തശ്ശിയുടെ കാല് പിടിച്ചിട്ടുണ്ട് കല്യാണത്തിന്റെ അതെന്ന് പറഞ്ഞു. അത് സത്യത്തിൽ ഒരു പരിഹാസമായിരുന്നു. പക്ഷെ ചന്ദ്ര അത് കേട്ടപ്പോ നടിച്ചില്ല. അതിനുശേഷം മുത്തശ്ശി നമ്മുടെ രവിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ രവി, സുധിര കല്യാണം വരികയല്ലേ, സുധിര കല്യാണത്തിന് ചെലവൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല അമ്മ, കുറച്ച് കാശ് ഉണ്ട് കയ്യിൽ. സുധിക്ക് ഇപ്പൊ വലിയ ബാങ്കിൽ ജോലിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കാശിനൊന്നും ആവശ്യം ഉണ്ടാവുന്നില്ല. പിന്നെയാണെങ്കിൽ ലളിതമായിട്ടാണ് നടത്തുന്നത്, അമ്പലത്തിൽ വെച്ചല്ലേ, പൈസക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നും വരില്ല എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര ഇങ്ങനെ രവിനെ കടിച്ച് തിന്നാൻ പോണ പോലെ നോക്കുന്നുണ്ട്. രവിയാണെങ്കിൽ അത് കണ്ട പാവം നടിക്കുന്നില്ല. അത് പിന്നെ അമ്മ, കാശ് കുറച്ച് രവിയുടെ കയ്യിലുണ്ട്. പക്ഷെ ശ്രുതി വലിയ വീട്ടിൽ നിന്ന് വരുന്ന പെണ്ണല്ലേ, ഒരുപാട് പഠിച്ചവളും അമ്മ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു 10 പവന്റെ സ്വർണ്ണെങ്കിലും ഇട്ട് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലേ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും വേണ്ടത്. അത്രയ്ക്കും പണം കയ്യിലില്ല അമ്മേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കേട്ടത് ഭയങ്കരമായിട്ട് സച്ചിനെ കൈ കൊട്ടണ്. ഇപ്പൊ പിടികിട്ടി 2 ദിവസമായിട്ട് ഞാൻ ആലോചിച്ച് വിഷമിച്ചു തല തരിച്ചും ഭ്രാന്ത് പിടുത്തും ഞാൻ നടക്കായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇതാണല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി അമ്മേ, സന്തോഷായി അമ്മേ, ദൈവമേ, മുത്തച്ഛ, അച്ഛ, അങ്ങനെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് സച്ചി പ്രാർത്ഥിക്കുന്നത് 2 ദിവസമായിട്ടുള്ള ആ മനസ്സിൽ എനിക്ക് മനസ്സിലായി. ഇത് നമ്മ വന്നിവിടെ അഭിനയിച്ചതല്ല, ഈ കാശിന് വേണ്ടിയിട്ടുള്ള നടക്കില്ല. അച്ഛന്റെ കാശ് കൊണ്ടുപോയി പറ്റിച്ച്, ഇനി മുത്തശ്ശിയുടെ കാശ് അവന് പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല കൊടുക്കാൻ പറഞ്ഞപ്പോ മുത്തശ്ശി പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. സച്ചി, നീ നിന്റെ കാര്യം അന്വേഷിക്കണം, നീ ഇതിൽ ഇടപെടണ്ട, അവൻ എന്റെ പേരക്കുട്ടി തന്നെയല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ സച്ചി ആകെ മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. ദേഷ്യം വരുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീ വണ്ടിമ വരുമ്പോൾ വർഷ വട്ടം ചാടുന്നുണ്ട്. ഇപ്രാവശ്യം ശ്രീവിനെ വണ്ടി പിടിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ആരോടൊക്കെ ഫോൺ ചെയ്തോണ്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് സച്ചി നമ്മളെ ശ്രീക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രീ പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് വർഷയുടെ സ്കൂട്ടിമ കൊണ്ടിടിക്കുന്നുണ്ട്. നീ എന്താടാ റാസ്കൽ, നിനക്ക് കണ്ണുണ്ടൂടെ, നീ എന്റെ വണ്ടി പിടിക്കുന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഭയങ്കര വഴക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീ പറയുന്നുണ്ട്, ഇനി മേലിൽ നീ മറ്റുള്ളവരെ ശ്രദ്ധിക്കാണ്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ലൈസൻസ് തന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി, എന്നാലും നിന്റെ നമ്പർ നോട്ട് ചെയ്ത് ഞാൻ തന്നെ പോലീസിൽ കേസ് കൊടുക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. പിന്നീട് വർഷയ്ക്ക് ചെന്നിട്ട് വോയിസ് കൊടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം വരുന്നത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ഡയലോഗ് ഒന്നും പറയാൻ പറ്റില്ല. ആ സാറിനോട് വരെ ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു റാസ്കൽ എന്നെ കുറച്ച് ദിവസമായിട്ട് എന്നെ ശല്യം ചെയ്യുന്നുണ്ട്, വട്ടം വന്ന് കഴിഞ്ഞിട്ട് എന്നെ ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശ്രീനെ ഫോൺ ചെയ്യുന്നുണ്ട്. ശ്രീനെ ഫോൺ ചെയ്യുമ്പോൾ എന്ത് പറ്റി, നേരം വൈകി, എന്ത് ഭക്ഷണമാണ് വേണ്ടത്, ഞാൻ വിചാരിച്ചു ഇനി വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ ടെൻഷനിലാണ്. വിശപ്പൊക്കെ ഉണ്ട്, പക്ഷെ വിശപ്പിനേക്കാളും കൂടുതൽ എനിക്ക് ദേഷ്യമാണ് വരുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രീ തലയിൽ കൈ വയ്ക്കുന്നുണ്ട്. അപ്പൊ താൻ ദേഷ്യപ്പെടുന്നതൊക്കെ താൻ ഇപ്പൊ സംസാരിക്കുന്നതും ഫ്രണ്ടായി ആഗ്രഹിക്കുന്ന ഈ പെൺകുട്ടിയായിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. വർഷേനെ ആ പെണ്ണെന്ന് മനസ്സിലായപ്പോ ശ്രീക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. താൻ ഷെഫ് എന്തൊന്നും മിണ്ടാത്തേന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഞാൻ എന്താ പറയണ്ടേന്ന് വെച്ചപ്പോൾ അവനെ ഒന്ന് കണ്ടുപിടിച്ച് 2 ഇടി ഇടിക്കണം, അങ്ങനെ ചെയ്യണം, അത് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ അവനൊന്ന് കണ്ടുപിടിച്ച് തന്നാ മതി, ഞാൻ വന്നവനെ തല്ലിക്കൊണ്ട്, അത്രയ്ക്ക് എനിക്ക് വെറുപ്പാണ് അവനോട്. ഇങ്ങനെ ഇത് എനിക്ക് ചെയ്തത്, ഈ ഒരു ഉപകാരം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്നും നിങ്ങളുടെ ഭക്ഷണം ഞാൻ കഴിക്കും, ഒരു കുറ്റം പോലും പറയാതെ.
മാത്രല്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീ ഇങ്ങനെ ആലോചിക്കും, എന്നെ തല്ലാൻ എന്നോട് എന്നെ പറയണ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ശ്രീ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. അതിന് വർഷയ്ക്ക് ഞാൻ അയാളെ കണ്ടാൽ മനസ്സിലാവുന്നപ്പോഴും ഞാൻ ചിത്രം വരച്ച അവന്റെ ഫോട്ടോ അയച്ചിറക്കി കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ അറിയാന്ന് പറയുന്നുണ്ട്. പിന്നീട് വർഷ ചിത്രം വരച്ചു കഴിഞ്ഞിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും രവിയുടെ അതേ ശ്രീയുടെ ഫോട്ടോ. അങ്ങനെ ശ്രീക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്, ശരിക്കും ഇവർക്ക് വരയ്ക്കാൻ അറിയാന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയും അതുപോലെ തന്നെ ശ്രീയും ചന്ദ്രയും അത് ഇറങ്ങണ്, വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കണ്. അപ്പൊ എന്തായാലും മുത്തശ്ശിനി ബാഗൊക്കെ എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞ് ചന്ദ്ര നല്ല സന്തോഷത്തോടെ പോകാൻ പോകുന്നു. എന്തായാലും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷമാണ്. അങ്ങനെ പോകണ നേരത്ത് മോലെ കല്യാണത്തിന് കാശൊക്കെ വേണ്ടേന്ന് പറഞ്ഞ് മുത്തശ്ശി ആ പൊതി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. രവിയുടെ കൈ കൊടുക്കുമ്പോ എന്റെ കൈ തരണ്ട അമ്മ അത് ചന്ദ്രയുടെ കൈ കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയുടെ കൈ കൊടുക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അമ്മേ കല്യാണത്തിന് ഒരാഴ്ചക്ക് മുന്നേ വരണം എന്ന് പറയുന്നത്. ആ ശരി അമ്മയെന്ന് പറഞ്ഞപ്പോൾ, മോളെ നിന്റെ പുതിയ മരുമോൾ നല്ലവളായിരിക്കാം, പക്ഷെ നീ രേവതിനെ മറക്കരുത്, രേവതിനെ നീ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറയുന്നത്, വെറുപ്പിക്കരുത്, നീ എല്ലാവരും ഒരേപോലെ കാണണം എന്നൊക്കെ പറഞ്ഞു. ആ ശരി അമ്മയെന്ന് പറഞ്ഞ് വേഗം ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് കാശ് കിട്ടിയ വഴിക്ക് ചന്ദ്ര ഓടി ഓട്ടോറിക്ഷയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നത്, കണ്ടാ ലോകത്ത് ഇതിനേക്കാൾ നന്നായി അഭിനയിക്കാൻ വേറെ ആർക്കും അറിയില്ല, കാശ് കിട്ടിയപ്പോ അമ്മ ഓടിയത് കണ്ടെന്നൊക്കെ പറഞ്ഞടാ, നിന്റെ അമ്മ വന്നത് എന്തിനാണെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ രവി പറയുന്നുണ്ട്, ഞാൻ അമ്മനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായടാ, പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്, ഞാനൊന്നും മിണ്ടാണ്ട് നിന്നെന്ന് പറഞ്ഞപ്പോ മുത്തശ്ശിയും പറഞ്ഞ്, എനിക്കെല്ലാം അറിയാം, അതിൽ എനിക്കൊരു വിഷമം ഇല്ലടാ, സ്വന്തം മോന് വേണ്ടിയിട്ടല്ലേ, ഒരു മോന് വേണ്ടി ഒരു അമ്മ ചെയ്യുന്നതല്ലേ, അവന്റെ ആദ്യത്തെ പണം ഒരു പെണ്ണ് കൊണ്ടുപോയി ചതിച്ചില്ലേ, അപ്പൊ പിന്നെ അവൾക്കൊരു പേടി ഉണ്ടാവും ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ്, നീ അതിന് വിഷമമൊന്നും വിചാരിക്കണ്ട എന്ന് പറയും. അങ്ങനെ സച്ചിനോട് ഓട്ടോറിക്ഷയിൽ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പറയും. പിന്നീട് രേവതിയോടും കൂടെ പോകാൻ പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി രവിയോട് പറയുന്നുണ്ട്, ഇവരിപ്പോഴും ഭാര്യയും ഭർത്താവായി ജീവിച്ചിട്ടില്ല മോനെ എന്ന് പറഞ്ഞപ്പോൾ, എനിക്കത് മനസ്സിലായി അമ്മ, അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വിട്ടേന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് നീ പേടിക്കണ്ട, ഞാൻ അത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിയും സച്ചിയും കൂടെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിട്ട് കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എന്തോ പറഞ്ഞ് രണ്ടുപേരും കൂടെ പണങ്ങുന്നുണ്ട്. എനിക്ക് എങ്ങനെയും നാട്ടിലേക്ക് പോയാൽ മതി, നിനക്ക് വയ്യാത്ത നിലയ്ക്ക് നീ ഇവിടെ നിന്നോന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ ഞാൻ നിങ്ങളെ കൂടെ വേണ്ടേന്ന് വെച്ചപ്പോൾ, എന്തിന്, എനിക്ക് എന്റെ കാറുണ്ട്, എന്റെ അച്ഛനുണ്ട്, മുത്തശ്ശിണ്ട്, എനിക്ക് അത് മതി, നീ വേണമെന്നൊന്നുമില്ല, അപ്പൊ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലല്ലേ എന്ന് ചോദിച്ച് രേവതി പെട്ടെന്ന് പിണങ്ങി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ മോനായിട്ട് ആദ്യനായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് രേവതി. അങ്ങനെ ക്രിക്കറ്റ് കളിച്ച് അവൻ ഓടി പോകുന്ന ഒരു കുളത്തിന്റെ ഭാഗത്തേക്ക്, ആ വെള്ളത്തിന്റെ അടുത്തേക്ക് ഓടല്ലേ എന്ന് പറഞ്ഞെങ്കിലും ആ കുട്ടി നേരെ ഓടെങ്കിലും വെള്ളം കാണുമ്പോൾ കുഞ്ഞു മാറി നിൽക്കും. പക്ഷെ രേവതി കാൽ വഴുതി അതിലേക്ക് വീഴുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു കുറെ നേരമൊക്കെ നോക്കും, പിന്നെ രേവതിക്ക് ഓർമ്മയില്ല എന്നൊക്കെ കണ്ടപ്പോൾ കുഞ്ഞ് സച്ചിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സച്ചി ചേട്ടാ ആന്റി വെള്ളത്തിൽ വീണെന്ന് പറഞ്ഞപ്പോൾ സച്ചി ഓടി വന്ന് വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൽ ചാടി വന്ന് നമ്മുടെ രേവതിനെ വാരി എടുക്കുന്നുണ്ട്. ശ്രുതിയുടെ അമ്മയും എല്ലാവരും ഓടി വന്ന് കരഞ്ഞൊക്കെ പിടിച്ച് രേവതിനെ കൈയും കാലൊക്കെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് സച്ചിയോട് രേവതിനെ വയറുമേൽ പിടിച്ച് ഞെക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ വയറുമേൽ പിടിച്ച് ഞെക്കി വായലത്തെ വെള്ളമൊക്കെ പോയപ്പോൾ രേവതിക്ക് ശ്വാസം വീഴുന്നുണ്ട്. രേവതിക്ക് ശ്വാസം വീണ വഴിക്ക് കാണിക്കുന്നത് രേവതി നോക്കുമ്പോൾ സച്ചിനെ രക്ഷിച്ചത് മനസ്സിലാവുന്നുണ്ട്. കാരണം സച്ചി വെള്ളത്തിൽ കുളിച്ച് നിൽക്കുന്നത് കണ്ടതോടുകൂടി രേവതിക്ക് പെട്ടെന്ന് തന്നെ വിഷമം വരുന്നുണ്ട്. രേവതി അങ്ങനെ എന്നെ സച്ചിയെ വട്ടം കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കരയുമ്പോൾ സച്ചി ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ കൂട്ടത്തിൽ തന്നെ സച്ചിയും രേവതിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.